ശ്രീ പ്രമോദ്, ഹൈന്ദവർ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചധികമായി. താങ്കൾ നേരത്തെ ചർച്ചയ്ക്കിടയിൽ സൂചിപ്പിച്ചു, ഇത് എളുപ്പം വളരെ പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു ജനതയാണ് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. ശരിയാണ്, ഓരോ പ്രാവശ്യവും ഇത്തരം അവഹേളനങ്ങൾ നേരിടുമ്പോഴും അവർ അതിനെ ജനാധിപത്യപരമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഇത് തിരുത്തപ്പെടും എന്നുള്ളൊരു പ്രത്യാശയോടെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഒരു താക്കീതോ ഭീഷണിയോ ഒന്നും ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്. ഒരുപക്ഷെ ആ മൃദു സമീപനം അതുതന്നെയാണോ ഇത്തരം ശക്തികൾക്ക് പ്രേരകമാകുന്നത്? കാരണം എത്രമാത്രം അവഹേളിച്ചാലും തങ്ങൾക്ക് പ്രശ്നമില്ല, തങ്ങളുടെ അജണ്ട ഇങ്ങനെ നടപ്പിലാക്കി പോകാം എന്നുള്ള ഒരു ധാരണ അവർ വച്ചു പുലർത്തുന്നുണ്ടോ? തീർച്ചയായും ഈ പറയുന്ന പോലെ തന്നെയാണ്. അതായത് ഹിന്ദു സമൂഹം എന്നും ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്നൊരു സമൂഹമാണ്. അപ്പോൾ അവരുടെ മേലെ കുതിര കയറാനാണ് ഇവർ കാണിക്കുന്ന തത്രപ്പാട്. ഇനി ഇതിൽ ഞാൻ കൃത്യമായിട്ട് അസ്കർ സാർ അതും കൂടി ഒന്ന് പറയട്ടെ. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഇപ്പോഴാണ് അറിഞ്ഞത്, എല്ലാം ഗുഡ്. എൻ്റെ ചോദ്യം, ഇത് ഒരു മറ്റു സമൂഹത്തിലെ ഇപ്പം ആരെങ്കിലും ഒരാൾ കർദിനാൾ പദം നേടി വന്നാൽ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ തൃശ്ശൂർ സ്വീകരണം അറേഞ്ച് ചെയ്തത്, ഗംഭീരമായി എല്ലാ രാഷ്ട്രീയക്കാരും വന്നത്. എന്താ മുഖ്യമന്ത്രി വേറെ എല്ലാ മന്ത്രിമാരെയും വിടും, ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല? കാരണം ഇതിലെ കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദുക്കളും ഇവിടുത്തെ വോട്ടർമാരല്ലേ, ഇവിടുത്തെ ജനങ്ങളല്ലേ, അവർക്കും ഇല്ലേ അവകാശങ്ങളൊക്കെ? അതായത് നമ്മുടെ അവകാശങ്ങൾ, ഹിന്ദുക്കളുടെ അവകാശങ്ങൾ, അതെങ്ങനെ വേണമെങ്കിലും അവരെ ഹേർട്ട് ചെയ്യാം. അതൊന്നും ഇവിടെ ചോദിക്കപ്പെടില്ല. അത് വേറൊന്നും കൊണ്ടല്ല മിസ്റ്റർ ഹസ്കർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ക്ഷമിച്ചും സഹിച്ചും ജീവിക്കാനാ. നിങ്ങൾ വെറുതെ കടന്നിട്ട് പ്രൊവോക്ക് ചെയ്താലൊന്നും ഒരു ഹിന്ദുക്കളെ എതിരെ വരാത്തത് അവർക്ക് കഴിവില്ലാതെയല്ല. കാരണം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരം ആരെയും വേദനിപ്പിക്കാതെയും നിന്ദിക്കാതെയും മുന്നോട്ട് പോവാം. അവർ ചെയ്യണേന് അവർക്ക് കർമ്മം കിട്ടും, അതിനുള്ള മറുപടി ദൈവം കൊടുക്കും എന്നുള്ള വിശ്വാസം ഞങ്ങളിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ കുതിരകളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് മറ്റു ചില സമുദായങ്ങളെ പോലെ പറഞ്ഞാൽ തിരിച്ചടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഡയറക്ഷൻ കൊടുക്കുന്ന പുരോഹിതരുണ്ടെങ്കിൽ ഈ കളിയൊന്നും നടക്കില്ല. പിന്നെ ഈ കൃത്യമായിട്ടൊരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇതിന് കൊടുത്ത പെർമിഷൻ എന്നാണെന്ന് ഡേറ്റ് നോക്കുക നിങ്ങൾ കൃത്യമായിട്ട്. അതിനുശേഷം അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തതിന് ശേഷം കലശമാണെന്ന് പറഞ്ഞ് അപ്പോഴും സഹകരിക്കുകയാണ് ഹിന്ദു സംഘടന, എന്നാൽ തലേ ദിവസത്തേക്കാക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു പഴയ 19 മതി. എല്ലാം സഹിച്ചും ക്ഷമിച്ചും സഹകരിച്ചു പോകുമ്പോൾ ഈ തരം തോന്നിവാസങ്ങൾ, അപ്പോൾ ഇത് തന്നെയാണ് ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ലോല ഹൃദയം അല്ലെങ്കിൽ സഹനശക്തി ഉള്ളവർ അത് എന്ത് സഹിച്ചോളും, അവരെ എങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കാം. പക്ഷെ അതിനൊരു ലിമിറ്റ് വരും ഏതെങ്കിലും ഒരു കാലത്ത്. അത് ജനങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ അക്രമ രീതിയിലല്ല, അവരുടെ അധികാരം ഉപയോഗിക്കും ചില സമയങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ വീണ്ടും പറയരുത് ഒരു കമ്മീഷണർ കാരണം ഇവിടെ ജയം വേറെ ആൾക്ക് പോയി, BJP ജയിച്ചു, അങ്ങനെ പറയരുത്. നിങ്ങളുടെ പ്രവർത്തികൾ, ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന പ്രവർത്തികൾ, അത് എല്ലാ കാലത്തും ഹിന്ദുക്കളെ പഴയ പോലെയല്ല. ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ വളരെ ആക്റ്റീവാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ ഇത് നടക്കത്തില്ല. പിന്നെ എല്ലാത്തിനും ഒരു കോമാളിയെ പോലെ ഉത്തരം പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും. ചോദിക്കണം, ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ വടക്കുനാഥൻ കമ്മിറ്റി, എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല? പോട്ടെ, ഇപ്പം ഈ പരിപാടിയൊക്കെ നടന്നു പോയല്ലോ, ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ, നിങ്ങളൊന്നും വിചാരിച്ചിട്ട് അതൊന്നും സംഭവിച്ചില്ല. ഇനിയെങ്കിലും ഈ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഇതിൽ ഇടപെട്ട് ഇതിലെ അനുവാദം ആദ്യം കൊടുത്ത് മാറ്റിയ രീതിക്ക് ഒരു കള്ളത്തരം നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമോ? പറ്റില്ല. കാരണം എന്താ, ഇത് നിങ്ങൾ തന്നെ മേലെ ഇരുന്ന് രചിച്ചു കൊണ്ടുവന്ന നാടകം. അത് അഡോപ്റ്റ് ചെയ്യാൻ മാത്രമേ ഇവിടുത്തെ ഈ സ്റ്റാഫുകൾക്ക് അധികാരമുള്ളൂ. ഇവിടെ ഞാൻ എല്ലാത്തിനും ഇപ്പം ഈ പറഞ്ഞല്ലോ, വടക്കുനാഥൻ്റെ ക്ഷേത്രാങ്കണത്തിൻ്റെ ചുറ്റും മതിൽ കെട്ടണതിൻ്റെ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച് പരാതി കൊടുത്തപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജീവനക്കാരി പറഞ്ഞത്, ഞങ്ങൾക്ക് നിവൃത്തിയില്ല മേലേന്ന് വിളിച്ചിട്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ പരിപാടികളും ഇവരുടെ രാഷ്ട്രീയ
സംഘടനയിൽ അനുഭാവമുള്ള കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കൊടുക്കുന്നത്, കണ്ണൂർ ബേസ് ചെയ്ത്. അപ്പൊ എല്ലാവിടെയും ഇവരുടെ കടന്നുകയറ്റം അത് വിശ്വാസികളെ അവിടെ അവരുടെ വിശ്വാസങ്ങളെ തകർക്കാൻ ഉന്നം വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് തൃശ്ശൂര് പള്ളിയുടെ കാര്യങ്ങളിലും ചില പള്ളിയിലെ കിരീടം കൊടുത്തൊരു വിഷയം ഉണ്ടായി. അതും ടേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നത് അത് അവിടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലേക്ക്, രാഷ്ട്രീയം പള്ളി കമ്മിറ്റിയുടെ ഉള്ളിലേക്ക് കടന്ന അവിടുത്തെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം LDFന്റെ ഒരു മെമ്പറാണ്. അദ്ദേഹം ചെയ്താണ് ആ പ്രവൃത്തി. കൊടുത്ത ഇതിനെ തിരിമറി ചെയ്ത് ഇത് ചെയ്തത്. ഇതൊക്കെ ഇവിടെ തൃശ്ശൂരുകാർ കാണുന്നുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം തൃശ്ശൂര് നിങ്ങൾക്കിപ്പോൾ ഒരു പാർലമെന്റ് ഇലക്ഷന് തന്ന പോലെ തന്നെ പ്രതികരണം കിട്ടും. അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അത് നേടിയെടുക്കും. നിങ്ങൾ 13 സീറ്റ് നേടിയ തൃശ്ശൂർ ജില്ല നിങ്ങളുടെ കൈവിട്ടു പോകും. 13 സീറ്റ് നേടിയ കാരണം എന്താ? നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഉപദ്രവിക്കുന്നത് ഹിന്ദുക്കളെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർഗീയത പറയല്ല. മറ്റു സമൂഹത്തിന്റെ നേതാക്കന്മാര് അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാര്, അവരുടെ പുരോഹിതന്മാര്, അവരെ ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുന്നില്ല. നമ്മളെ വരുമ്പോൾ ഉപദ്രവിക്കുന്നു. എന്നിട്ട് ഹസ്കർ ഒരു കാര്യം പറഞ്ഞപ്പോ പുച്ഛമാവാം, ചിരിയിൽ അങ്ങനത്തെ ഒരു ഇത് പാടില്ല. എനിക്ക് അങ്ങനെ തോന്നി. അത് നിങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചെങ്കിലും എനിക്ക് തോന്നി കാണുമ്പോൾ. അതായത് നിങ്ങൾ പറയുന്നത് എന്താ, സന്യാസിക്ക് പരാതി ഉണ്ടാവില്ല, അദ്ദേഹത്തെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. അദ്ദേഹത്തിൻ്റെ ഇതല്ല, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ജനങ്ങൾ, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഡിവോട്ടീസ്, അവരൊന്നും മനസ്സ് നിങ്ങൾക്ക് പ്രശ്നം. അദ്ദേഹം ഒരു ശ്രേഷ്ഠ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എവിടെയായാലും നിങ്ങളൊരു പായ കൊടുത്താൽ ആ പായയിൽ കിടന്ന് അദ്ദേഹം ജീവിതം മുന്നോട്ട് പോകും. അത് പക്ഷെ വേറെ ചില ഈ എന്താ പറയാ നിരീശ്വരവാദികൾക്ക് പറ്റില്ല. AC മുറിയും അല്ലെങ്കിൽ കാരവണിലും സഞ്ചരിക്കുന്നവർക്ക് അത് പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെ എല്ലാ കാലത്തും കോമാളി ആക്കും തോറും പിന്നെ നിങ്ങൾക്ക് ഒരു പദവേ പറയാൻ പറ്റുള്ളൂ, സംഘപരിവാറിന്റെ അജണ്ട. ഈ വാക്ക് അത് നിങ്ങളൊരു ക്യാപ്സ്യൂളായിട്ട് കയ്യിൽ വെക്കുക. എന്നിട്ട് പറ്റുകയെന്ന് വെച്ചാൽ എല്ലാത്തിലും ഇതിങ്ങനെ നിങ്ങളൊരു എന്താ പറയാ ഇൻട്രോ പോലെ അടിച്ചു തുടങ്ങുക. ഇതൊന്നും വരില്ല നിങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ. അതെ, അത് മാത്രമല്ല വർഗീയതയോ രാഷ്ട്രീയമോ ഒന്നും കലർത്തിയില്ലെങ്കിൽ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സ്വാമി ആനന്ദവനത്തോട് കടപ്പാടെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നു. കാരണം കാശിയിലെ ഒരു സത്രം, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കാശിയിലെ ഒരു സത്രം, അത് അന്യാധീനപ്പെട്ട് കിടക്കുകയായിരുന്നു. സ്വാമി ആനന്ദവനം ഭാരതിയാണ് നിയമപരമായുള്ള ഇടപെടലുകളിലൂടെ അത് തിരികെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് സാധിച്ചു കൊടുത്തത്, നേടിക്കൊടുത്തത്. അത്രയെങ്കിലും ഒരു മര്യാദ കൊച്ചിൻ ദേവസ്വം ബോർഡ് കാണിക്കണമായിരുന്നു എന്നുള്ളതാണ്.